മുടിയിലുണ്ടാകുന്ന നര എത്ര പഴക്കം ചെന്നതാണെങ്കിലും മാറ്റിയെടുക്കാം. ഇവിടെ ഞാൻ തുടക്കത്തിലെ തന്നെ റിസൾട്ട് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. ഇനി കെമിക്കൽ ഡൈകൾ തേച്ച് മുടി നശിപ്പിക്കല്ലേ. നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. മുടിയിൽ 1-2 നര വന്നു കഴിയുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് കെമിക്കൽ ഡൈകൾ മേടിച്ച് പുരട്ടുക, അതല്ലെങ്കിൽ മുടി ആ നരയുള്ളത് പിഴുത് കളയുക. അതൊക്കെ നമ്മുടെ മറ്റുള്ള മുടിയിലോടും കൂടി ചെയ്യുന്ന ഒരു തെറ്റാണ്. കെമിക്കൽ ഡൈകളാണെങ്കിലും മുടി പിഴുത് കളയുന്നതും മുടിക്ക് ഭയങ്കരമായിട്ട് നര കൂട്ടാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കെമിക്കൽ ഡൈകളുടെ പുറകിൽ ഒന്നും പോയിട്ട് മുടി നശിപ്പിക്കില്ല. മുടിയിലെ നര മാറ്റാൻ ഒരു എളുപ്പമായിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ആ ഒരു ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ മുടിയിലുണ്ടാകുന്ന നര മാറ്റുന്ന ഒരു എളുപ്പമായിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ മുടിയിൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മുടിയിലുണ്ടാകുന്ന നരയൊക്കെ മാറ്റി മുടി നല്ല പോലെ കറുക്കുന്നതാണ്. നമ്മൾ നര മറയ്ക്കാൻ പലരും എളുപ്പം ചെയ്യുന്ന ഒരു മാർഗമാണ് കെമിക്കൽ ക്രീമുകളൊക്കെ മേടിക്കുന്നത്. ഇതിന്റെ പുറകിന് പോയിട്ട് മുടി നശിപ്പിക്കാതെ ഈ ക്രീം ഒന്ന് തേച്ചു നോക്ക്, മുടി കറുക്കുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണ് ആ ഒരു ക്രീം തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും നമുക്ക് കാണാം. അതിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഡൈ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഡൈ പാക്ക് ഒന്നുമല്ല, ക്രീമാണ് ഉണ്ടാക്കുന്നത്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഭൃംഗരാജ് പൗഡർ. അപ്പം നിങ്ങൾക്ക് മുടിക്ക് തോനെയാണ് നരയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളത് വേണം ചേർക്കാൻ. ഇപ്പം ഞാനിപ്പോൾ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടി, അതായത് ആംല പൗഡർ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂണാണ് ആംല പൗഡർ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഇത് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. തീ കൂട്ടിയിടുവാണെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തീ കുറച്ചിട്ട് ചെറിയ തീയിലിട്ട് വേണം ഇത് മൂപ്പിച്ച്, അതായത് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വരും. കണ്ടോ, ഇപ്പം തന്നെ ചേഞ്ചസ് ആവുന്നത് നിങ്ങൾ കണ്ടോ? എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നല്ല പോലെ ഇത് പൊടി ഒരു ബ്ലാക്ക് കളറിലേക്കാകും. അപ്പോൾ വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. തീ ഇപ്പം ഞാൻ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇത് കണ്ടോ, ആ പാത്രത്തിൻ്റെ തീ ചൂട് കൊണ്ട് ഇതിൽ പെട്ടെന്ന് തന്നെ ഒന്നും കൂടി കരിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഇട്ടിട്ടെങ്ങും പോവരുത്. കാരണം അതിനകത്ത് ചൂട് കൊണ്ട് പെട്ടെന്ന് തീ ഇതാവും, മറ്റുള്ള പൊടികളെല്ലാം ഒന്നുകൂടെ കരിഞ്ഞങ്ങ് പോകും. കണ്ടോ, ഈ ഒരു കളർ കണ്ടോ, ഇതാണ് നമ്മളുടെ ഡൈ ക്രീമിൻ്റെ കളർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കണ്ടോ, തീ ഓഫ് ആക്കിയിട്ടിരിക്കുക. പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ അതിനകത്തുനിന്ന് ആ ഒരു നമ്മളെ പൊടികളുടെ ചൂട് കൊണ്ട് ഒന്നും കൂടി തീ കയറുന്നുണ്ട്. കണ്ടോ, തീ ഓഫ് ആക്കി ഇട്ടാലും നിങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മറക്കല്ല, ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നിങ്ങളോട്. ഓക്കെ, ഇതുണ്ടോ. നമുക്ക് എന്തായാലും കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. തീ ഓഫ് ആകണ്ടോ, ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മിക്സ് ആക്കുന്നതിന് ഇവിടെ നോർത്ത് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കടുകെണ്ണ എന്ന് പറയും. ഈ കടുകെണ്ണ നമുക്ക് ഓൺലൈൻ വഴി അതല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലൊക്കെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും. ഭയങ്കര നല്ലതാണ്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്ന ഒരു ഡൈ ക്രീമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരുപയോഗിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ മസ്റ്റാർഡ് ഓയിൽ, അതായത് കടുകെണ്ണ വെച്ചിട്ടാണ് അവർ മിക്സ് ആക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ കടുകെണ്ണ കിട്ടത്തില്ല എങ്കിൽ, നിങ്ങൾക്ക് കടുകെണ്ണ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷെ എന്നാൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ, കടുകെണ്ണയാണെങ്കിൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. കടുകെണ്ണ ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ആക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച്, ഭയങ്കരമായിട്ട് ലൂസായി പോകാൻ പാടില്ല. കണ്ടോ, കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ആക്കി പിടിപ്പിക്കാം. ഓക്കെ, കുറച്ചും കൂടി കടുകെണ്ണ വേണം. കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തേച്ചതിന് ശേഷം നിങ്ങൾ കഴുകുന്ന സമയത്ത് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴിയാൽ മതി, അതായത് നോർമൽ വാട്ടർ. അതല്ലാതെ മറ്റുള്ള ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഷാമ്പുവോ ഒന്നും ഉപയോഗിക്കരുത്. കാരണം അതിനകത്ത് മുടിയിലിരുന്ന് കുറച്ചും കൂടി ഇതുണ്ട്, സ്പൂൺ വരെ കറുത്തുപോയി. ഇതുണ്ടോ, ഇത് കണ്ടോ സംഭവം, കണ്ടോ? ഞാൻ ഇത് കണ്ടോ, കയ്യിലും തേച്ച് കാണിച്ചു.
എന്തിന് കെമിക്കൽ ഡൈകൾ തേക്കണം? ഇത് നിങ്ങൾ തേച്ചാൽ മതി. കണ്ടോ, തുടച്ചിട്ട് തന്നെ പോകുന്നില്ല. കണ്ടോ, നല്ല പോലെ പിടിക്കും മുടിയിൽ. സംഭവം കിടുവാണ്. എന്നിട്ട് ഒന്ന് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളിയാണ്. ഇത് കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് പോലും പോകുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ട് പോലും പോകത്തില്ല. കാരണം മുടിയിൽ ഇത് നല്ല പോലെ പിടിക്കും. ഇവിടെ ഞാൻ തെളിവ് സഹിതമാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ആ ഒരു ക്രീം തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടോ? മുടിയിലെ നര മാറ്റാൻ ഇനി നിങ്ങൾ വിപണിയിൽ കിട്ടുന്ന ക്രീമുകളൊക്കെ തേച്ച് നശിപ്പിക്കല്ലേ മുടി. ഈ ക്രീം പുരട്ടിയാൽ മതി. മുടി കറുക്കുന്നതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് മുടി കറുപ്പിക്കണമെങ്കിൽ ഈ ഒരു ഡൈ ക്രീം നിങ്ങൾ മുടിയിൽ തേച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ മുടി കറുക്കുന്നതും പിന്നീട് ഒരു നര പോലും നിങ്ങൾക്ക് വരിക പോലും ചെയ്യില്ല. എന്തായാലും ഇത് തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.